നമസ്കാരം. കേരള ട്രഡീഷണൽ ലുക്കിൽ ഒറ്റ നില വീട് നമുക്കിന്ന് സെയിലിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ളൊരു വീടാണ് നമുക്കിന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. 4.25 സെൻറ്റ് സ്ഥലത്ത് 1100 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന നല്ല കേരള ട്രഡീഷണൽ ലുക്കിലുള്ള ഒരു നല്ല കിടിലം വീടാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് നമുക്ക് സെയിലിൽ വന്നിട്ടുണ്ട്. നമുക്കിത് ഒറ്റ നില വീടാണ്. കറക്റ്റ് ലൊക്കേഷൻ വരുമ്പോഴത്തേക്കും നമുക്ക് വട്ടിയൂർക്കാവ് നിന്ന് കാവിൻപുറം എന്നുള്ള സ്ഥലത്താണ് നമുക്ക് ഈ ഒരു വീട് നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത്. ഇത് ഫുള്ളി നമുക്ക് വില്ല കമ്മ്യൂണിറ്റിയാണ് കംപ്ലീറ്റ് ആയിട്ട് വരുന്നത്. തൊട്ടടുത്തായിട്ട് വില്ലാസും കാര്യങ്ങളൊക്കെ നല്ല പണി ചെയ്ത് വരുന്ന ഒരു ഏരിയ തന്നെയാണ് ഈ ഒരു ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും. സെൻട്രൽ സിറ്റിയിൽ നിന്ന് ഒരു 10 കിലോമീറ്റർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് വെറും 13 കിലോമീറ്റർ മാത്രം മാറി വരുന്ന അടിപൊളിയായിട്ടുള്ളൊരു വീട് നമുക്ക് വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ എലിവേഷൻ നമ്മൾ നോക്കുവാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു കേരള ട്രഡീഷണൽ ലുക്കിലുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഓടും കാര്യങ്ങളൊക്കെ വെച്ച് വന്നിട്ടുള്ള ഒരു ഒറ്റ നല്ല വീടാണ്. ഒരു എ ഫ്രെയിം റൂഫും കാര്യങ്ങളൊക്കെ തന്നെ മുകളിലൊരു ഡിസൈനിൽ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നല്ല മനോഹരമായ രീതിയിലുള്ള ഒരു എലിവേഷനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയർ ലുക്ക് നല്ല മനോഹരമാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇൻറ്റീരിയർ ലുക്കായാലും നമുക്ക് അത്യാവശ്യം നല്ല കിടിലം ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയാസും കാര്യം തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ വീടിനെ കുറിച്ച് നോക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കണെ കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ നല്ല മനോഹരമായ നല്ല കിടിലം വീടുകളൊക്കെ ഇനി അപ്ഡേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണെ കൂടെ എനേബിൾ ചെയ്യുക. നമുക്ക് വീടിൻ്റെ ഹോം ലോൺസും കാര്യങ്ങളും നമ്മൾ തന്നെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ആർക്കെങ്കിലും വീട് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോം ലോൺസും കാര്യങ്ങളും ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതുമാണ്. അപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ നല്ല വീടിൻ്റെ എൻട്രൻസും കാര്യങ്ങളും തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള വീതിയുള്ള വിശാലമേറിയ ഒരു എൻട്രൻസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പം വീടിൻ്റെ കോമ്പൗണ്ടിനകത്ത് നല്ല വലിയൊരു വണ്ടിയൊക്കെ പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും വലിയൊരു വണ്ടിയൊക്കെ എൻട്രി ചെയ്യണമെന്നുണ്ടെങ്കിലും നല്ല അടിപൊളിയായിട്ടുള്ള വിശാലമേറിയ ഒരു എൻട്രൻസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഒരു സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഫോൾഡിംഗ് ഗേറ്റും ഉൾപ്പെടെയാണ് വരുന്നത് ഈ വീടിൻ്റെ എൻട്രൻസിൽ. കാണുന്ന പോലെ തന്നെ ഇൻ്റർലോക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. കാറൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തുകൊണ്ട് തന്നെയാണ് ഫ്രണ്ടേജ് എല്ലാം കംപ്ലീറ്റ് ആക്കി ഇട്ടിട്ടുള്ളത്. ഔട്ട്ഡോർ പ്ലാന്റ്സും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല മനോഹരമാക്കിയിട്ടുള്ള ഈ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ടെക്സ്ചർ വർക്ക് കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു എലിവേഷനിൽ നമുക്ക് വന്നിട്ടുള്ളത്. സൈഡിലായിട്ട് നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു ഭാഗത്ത് ഒരു ഗാർഡൻ പ്രൊവിഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മെയിൻ വാട്ടർ സോഴ്സ് നമുക്ക് കിണർ തന്നെയാണ്. കൂടാതെ പൈപ്പ് കണക്ഷനും നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ സിറ്റൗട്ട് എന്ന് പറയുമ്പോഴത്തേക്കും പക്ഷേ നല്ല രീതിയിലുള്ള റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള മനോഹരമായൊരു സിറ്റൗട്ട് നമുക്കിവിടെ വന്നിട്ടുണ്ട്. 6x8 ഡയമെൻഷനിലുള്ള ഒരു സിറ്റൗട്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു വീടിന് വന്നിട്ടുള്ളത്. കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് മനോഹരമാക്കി ചെയ്ത് തീർത്തിട്ടുള്ള ഒരു വീടാണ് ഈ ഒരു വീട്. നമുക്ക് അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒറ്റ നല്ല വീട് തന്നെയാണ്. നമുക്കിതിൻ്റെ പ്രൈസ് റേഞ്ചും കാര്യങ്ങളൊക്കെ ലാസ്റ്റിൽ പറയുന്നതായിരിക്കും. മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ ഫുള്ളി കംപ്ലീറ്റ് ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫ്രണ്ട് ഡോർ എന്ന് പറയുമ്പോഴത്തേക്കും ഫ്രണ്ട് ഡോർ കംപ്ലീറ്റ് ആയിട്ട് തേക്കിൻ്റെ അടിയിലാണ് പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. നല്ല ഡിസൈനും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒറ്റ പാളിയിൽ വരുന്ന ഒരു ഡോറാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഇൻറ്റീരിയറിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ നേരെ ഇനി വീടിൻ്റെ ഇൻറ്റീരിയറിലോട്ട് പോവാം. സിറ്റോൾ നമ്മൾ നേരെ വീടിൻ്റെ അകത്തോട്ട് കയറുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല വിശാലമേറിയ ഒരു ലീവിങ് ഏരിയ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാണ് വീടിൻ്റെ ലീവിങ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു സൈഡിൽ നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വ്യൂ ആണ് നമുക്ക് ലീവിങ് ഏരിയയുടെ കിട്ടുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലീവിങ് ഏരിയയും കാര്യങ്ങളും തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. ഇൻറ്റീരിയർ ഡിസൈനും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് മനോഹരമായി ചെയ്ത് തീർത്തിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ് വീടിനകത്ത് വരുന്നത്. കർട്ടൻ ബ്ലിൻസും കാര്യങ്ങളെല്ലാം നമുക്ക് എല്ലാ വിൻഡോസിലും നമ്മൾ കൊടുത്ത് തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഈ ചുമരിലെ പെയിൻറ്റ് മുഴുവൻ നമുക്ക് ടെക്സ്ചർ വർക്കാണ് നമുക്ക് ചെയ്തിട്ടുള്ള. ഫാൻസി ലൈറ്റ്സും കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് പണി ചെയ്തിട്ടുള്ള വീടാണ്. നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള TV യൂണിറ്റ് നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്ക് ടോപ്പ് എൻഡ് വരെ നമുക്ക് പാനൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് എക്സ്റ്റെൻഡഡ് രീതിയിലാണ് നമുക്കിത് ചെയ്തേക്കുന്നത്. എത്ര വലിയ TV ആയാലും നമുക്ക് മൗണ്ട് ചെയ്യാൻ പറ്റുന്ന സ്പേസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. സൈഡിലും താഴെയുമായിട്ട് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും നൽകിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു TV യൂണിറ്റ് ഏരിയ കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. പാനൽ വർക്കും അതുപോലെ തന്നെ സ്ട്രിപ്പ് ലൈറ്റും ഡെക്കറേഷനായി കൊടുത്തുകൊണ്ടാണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മോഡലിലെ ഫോൾ സീലിംഗ് ആണ് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നല്ല ക്വാളിറ്റി ടൈൽസും കാര്യങ്ങളും തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 14x12 ഡയമെൻഷനാണ് നമ്മൾ ഈ ഒരു ലീവിങ് ഏരിയയ്ക്ക് വരുന്ന ഒരു സ്പേസ് എന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഡൈനിങ് ഏരിയയിലോട്ട് പോവാം. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ഡൈനിങ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളും ഡൈനിങ് ഏരിയയ്ക്കും വന്നിട്ടുണ്ട്. 12x14 ഡയമെൻഷൻ നമുക്ക് ഈ ഒരു ഏരിയയിലും നമുക്ക് ഡൈനിങ് ഏരിയയ്ക്ക് മാത്രമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം തന്നെ
വുഡൻ പാനലും അതുപോലെ തന്നെ സ്ട്രിപ്പ് ലൈറ്റും സ്പോട്ട് ലൈറ്റും ഡെക്കറേഷനായി കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ് നമുക്ക് ഡൈനിങ് ഏരിയയുടെ ഭാഗത്തും വന്നിട്ടുള്ളത്. ഫാൻസി ലൈറ്റ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് ടെക്സ്ചർ വർക്ക് വരുന്ന ഡിസൈൻസും കാര്യങ്ങളും കൊടുത്ത് അതിനകത്ത് പെയിൻറ്റിങ് കാര്യങ്ങൾ ചെയ്ത ഒരു വോളാണ് ഈ കാണുന്നത്. ഡൈനിങ് ഏരിയയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു വാഷ് ബേസിൻ കൗണ്ടറാണ് ഈ കാണുന്നത്. ടോപ്പിൻ്റെ വരെ നമുക്ക് പാനൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളെല്ലാം നമുക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. താഴെ നമുക്ക് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സ്മാർട്ട് മിററും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് തന്നെയാണ് നമുക്ക് ഈ ഒരു വാഷ് കൗണ്ടർ ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് നമുക്ക് ഇവിടെ യൂസ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ഡൈനിങ് ഏരിയയോട് ചേർന്ന് നടക്കുന്ന കിച്ചണിലോട്ട് ജസ്റ്റ് ഒന്ന് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ കിച്ചൺ എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ല മനോഹരമായൊരു കിച്ചൺ തന്നെയാണ് വീടിന് വരുന്നത്. ഒരു നല്ല എൽ ഷേപ്പ് മോഡലുള്ളൊരു കിച്ചണാണ് ഇവിടെ നമുക്ക് വരുന്നത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നല്ല മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഫ്ലോറിംഗ് ചെയ്തേക്കുന്നത്. 14x15 നമുക്ക് ഈ ഒരു കിച്ചണിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല വിശാലമേറിയ ഒരു കിച്ചണും കാര്യങ്ങളും തന്നെയാണ് ഇവിടെ ചെയ്തേക്കുന്നത്. ഒരുപാട് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ മുകളിലും താഴെയും നടുക്കത്തെ ഭാഗമായിട്ട് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ഇൻറ്റീരിയർ വർക്കും കാര്യങ്ങളും തന്നെയാണ് ചെയ്തേക്കുന്നത്. ഓൾറെഡി നമുക്കിവിടെ ചിമ്മിനിയും കാര്യങ്ങളൊക്കെ പേപ്പറിൻ്റെ ചിമ്മിനിയും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇൻബിൽഡ് ആണ്. മോഡുലാർ രീതിയിലുള്ളൊരു കിച്ചൺ തന്നെയാണ് നമുക്കിവിടെ പണി ചെയ്ത് തീർത്തേക്കുന്നത്. ഇത് കുറച്ച് നമുക്ക് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെ കിച്ചണിലെ ഹൗസ് ഹോൾഡ് സാധനങ്ങളൊക്കെ കീപ്പ് ചെയ്യാനുള്ളൊരു സ്പേസാണ് ഇവിടെ നമുക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു വീടിൻ്റെ കിച്ചണിൻ്റെ വിശേഷങ്ങളെന്ന് പറയുമ്പോൾ. അപ്പോൾ നമ്മുടെ ഈ 4.25 സെൻറ്റ് സ്ഥലത്തുള്ള ഈ ഒരു വീട്ടിൽ നമുക്ക് 3 ബെഡ്റൂമാണ് ഫ്ലോർ പ്ലാൻ ഡിസൈനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോവാം. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല വലിപ്പമുള്ള വിശാലമേറിയ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നമുക്ക് അജിയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. 12x12 ഡയമെൻഷൻ തന്നെയാണ് നമുക്ക് വരുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം തന്നെ നമുക്ക് നല്ല ഒരു വിൻറ്റേജ് ലുക്കും കാര്യങ്ങളൊക്കെ കൊടുത്ത് ചെയ്തിട്ടുള്ള ഒരു ഫോൾ സീലിംഗ് വർക്ക്. സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷനായി കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുണ്ട്. വാൾ റൂഫ്സൊക്കെ നമുക്ക് ഈ ഒരു രീതിയിലുള്ള വാൾ റൂഫ്സ് നമുക്ക് ഇൻബിൽഡായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല മനോഹരമായ വാൾ റൂഫ്സ് സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് എല്ലാം ചെയ്തേക്കുന്നത്. ഡ്രസ്സിംഗ് മിറർ ഉൾപ്പെടെ നമുക്ക് വന്നിട്ടുള്ള ഒരു വാൾ റൂഫ്സാണ്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. ഈ കാണുന്നതാണ് ഈ റൂമിൻ്റെ ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം എന്ന് പറയുമ്പോഴത്തേക്കും സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഹീറ്റർ പോർഷൻസ് ഉൾപ്പെടെ നമുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂമിലോട്ട് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം എന്ന് പറയുമ്പോൾ 10x12 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമേറിയ റൂം തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. ഫ്ലോറിംഗ് എല്ലാം നല്ല കൊച്ചിയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു വാൾ റൂഫ്സ് ഒക്കെ നമുക്ക് ഓൾറെഡി ഇവിടെ ഇൻബിൽഡ് ചെയ്താണ് ചെയ്തേക്കുന്നത്. ഫോൾ സീലിംഗ് എല്ലാം തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ഫോൾ സീലിംഗ്, അതും നമുക്ക് സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷനായി ചെയ്തിട്ടുള്ള ഫോൾ സീലിംഗ് തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. ബാത്ത് അറ്റാച്ച് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് യൂസ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിലോട്ട് പോവാം. വീടിൻ്റെ ഏറ്റവും അവസാനത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്ക് ഇവിടെ വന്നേക്കുന്നത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ ക്വാളിറ്റി ടൈൽസും കാര്യങ്ങളും യൂസ് ചെയ്തിട്ടുണ്ട്. 12x12 ഡയമെൻഷൻ നമുക്ക് ഈ ഒരു റൂമിനും നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു ഇൻബിൽഡ് ആയിട്ടുള്ളൊരു വാൾ റൂംസ് നമുക്കിവിടെ വരുന്നുണ്ട്. എല്ലാ റൂംസിലും വരുന്നത് പോലെ തന്നെയാണ് ഈ ഒരു റൂമിലും തന്നിട്ടുള്ളത്. ഡ്രസ്സിംഗ് മിറർ ഉൾപ്പെടെ വരുന്ന ഒരു വാൾ റൂംസ് തന്നെയാണ്. ഫോൾ സീലിംഗ് എല്ലാം വിൻറ്റേജ് ലുക്കിൽ വരുന്ന ഒരു ഫോൾ സീലിംഗ് വർക്ക് നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്. ട്രഡീഷണൽ ലുക്കിൽ വരുന്ന ഒരു ഫോൾ സീലിംഗ് വർക്ക് തന്നെയാണ് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. സ്പോട്ട് ലൈറ്റ് ഡെക്കറേഷനായി കൊടുത്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു ബെഡ്റൂം തന്നെയാണ് നമുക്കിതും. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം എന്ന് പറയുമ്പോഴത്തേക്കും ഫ്ലോറിംഗ് എല്ലാം തന്നെ നല്ല ഗ്രിപ്പുള്ള ടൈൽസും കാര്യങ്ങളും തന്നെ യൂസ് ചെയ്തിട്ടുള്ളത്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് യൂസ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ നമ്മളെ 4.25 സെൻറ്റ് സ്ഥലത്ത് 1100 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന നല്ല മനോഹരമായ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് നമുക്ക് ഇത് വെറും 49 ലക്ഷമാണ് നമുക്ക് ചോദ്യം വരുന്നത്. 49 lakhs ആണ് നമ്മുടെ ഈ ഒരു വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് തികച്ച് നെഗോഷ്യബിൾ തന്നെയാണ് ഈ ഒരു പ്രൈസ് എന്ന് പറയുമ്പോഴത്തേക്കും. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് വെറും 100-150 മീറ്റർ മാത്രം മാറി വരുന്ന അടിപൊളിയായിട്ടുള്ളൊരു വീടാണ്. വട്ടിയൂർക്കാവ് കാവമ്പുറത്തുള്ള വില്ല പ്രോജക്റ്റിലൊരു വീടാണ് നമുക്ക് ഇത്
അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റി എന്തെങ്കിലും ആവശ്യമാണ് ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്.